ഹായ് ഗ്ലൂക്കോസ് പൊടി. ഇതാണ് നമ്മുടെ ഗ്ലൂക്കോസ് പൊടി. ഇതില് 80 മധുരണ്ട്. ഇത് തിന്നിട്ട് കളിക്കാൻ പോവാണെങ്കിൽ നമുക്ക് എനർജി കിട്ടും. കുറച്ച് എനർജി വരട്ടെ. നല്ല തണുപ്പുണ്ട്. ഇതിൽ 80% മധുരം ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? അത് ഞാൻ ഉണ്ടാക്കിയതാ. എത്ര പേരാ ആ സൗണ്ടില് വീഡിയോ ചെയ്തത്? കണ്ടായിരുന്നോ? കണ്ടു. പേളിമാണിയുടെ കണ്ടോ? 80 അല്ലേ കൂടുതല്? അല്ല, ആണല്ലോ. 1000-3 അപ്പൊ അത് തേട്. 0 വിലയില്ല. 1000 1 80 8 ഉണ്ട്. 1 8 വലുത്? 8. അപ്പൊ 80 അല്ലേ വലുത്? വലുത്. നമ്മളെ കയ്യിലിരിക്കുന്നത് 3 ബൂസ്റ്റ് പാക്കറ്റ്സ് ആണ്. ഇതിന് 5 രൂപയാണ്. ഇതിന് മധുരം കുറെ ഉണ്ട്. ഞാൻ തിന്നിട്ട് പറയാം. ആന അലറലോട് അലറൽ, ആന അലറലോട് അലറൽ, ആന അലറലോട് അലറൽ. സൂപ്പർ. ഇനി എന്നോട് ചോദിക്കാം. കുണ്ടിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന മുണ്ടിത്തള്ളയുടെ കിണ്ടി കുണ്ടിലേക്ക് പോയി. 4 വട്ടം. എനിക്ക് അർജന്റായിട്ടൊന്ന് വീട്ടിൽ പോണം. അത് കഴിച്ച എനർജി കിട്ടും. ഇത് കഴിച്ച ഒന്നും കിട്ടൂല. കിട്ടും. എന്ത് കിട്ടും? പല്ലുവേദന കിട്ടും. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് എൻ്റെ ഷോയിൽ ഒരു ഗ്ലൂക്കോസ് പൊടിയാണ് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. 3 years മുന്നേ ചെയ്തൊരു വീഡിയോ ഇപ്പോൾ വീണ്ടും വൈറലായി. സോ നമ്മൾ ആ ഗ്ലൂക്കോസ് പൊടീനെ തപ്പി ഗ്ലൂക്കോസ് പൊടീൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. സോ ലെറ്റ് മീ വെൽക്കം. ഹായ് ഗ്ലൂക്കോസ് പൊടി. ഹായ്. ഗ്ലൂക്കോസ് പൊടിന്ന് വിളിക്കണോ ഷിതിലിനെ വിളിക്കണോ? ഷിതിലിനെ വിളിച്ചോ? അതെന്താ ഗ്ലൂക്കോസ് പൊടി എന്നല്ല ഇപ്പം എല്ലാവരും വിളിക്കുക? അത് ഇഷ്ടമുള്ളത് വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പണ്ട് ചെയ്ത വീഡിയോ ഇപ്പൊ വൈറലായില്ലേ? 18 മധുരം അല്ലേ? അല്ല, 50. 80. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരട്ടെ. ഓർമ്മയുണ്ടോ? ഇല്ല, മറന്നുപോയാ? ചെറുതൊക്കെ. എന്നാ നമുക്കൊന്ന് ഓർക്കാം. കാണിക്കട്ടെ. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലൂക്കോസ് പൊടി. കണ്ടല്ലേ, ഗ്ലൂക്കോസ് പൊടി. കൂട്ടുകാരെ, ഈ ഗ്ലൂക്കോസ് പൊടി കണ്ടോ? ഇതുപോലത്തെ അച്ഛനമ്മമാരും ഇങ്ങനത്തെ വാങ്ങിക്കാൻ പോവാ. ഇതില് 80 മധുരമുണ്ട്. ഇതിലൊരു പാക്കറ്റും കിട്ടും. നോക്കൂ, ഒരു കവറിലാണ് ഇത് കിട്ടുന്നത്. ഇനി നമ്മൾ എന്തൊക്കെ കണ്ടു? ഇതും കണ്ടു. നോക്ക്, ഈ പണ്ട് ചെയ്ത വീഡിയോ ഇപ്പൊ വൈറലായി. എന്ത് തോന്നുന്നു? ഇപ്പൊ എല്ലാ ആൾക്കാരും ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. സന്തോഷാണോ? വൈറൽ സ്റ്റാറിനെ തേടി ആരൊക്കെ വന്നു? അത് ഇൻട്രോ ചെയ്യാൻ കുറെ ആൾക്കാർ വന്നു. ആണോ? പുറത്തിറങ്ങുമ്പോ ആൾക്കാർ പറയണ്ടോ ദേ ഗ്ലൂക്കോസ് പൊടി പോണു, ഗ്ലൂക്കോസ് പൊടി പോണെന്ന്? എന്താ പറ? ആന്ന് പറയല്ലേ? ഗ്ലൂക്കോസ് പൊടി കൊണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ എന്ത് തോന്നും? അപ്പൊ സന്തോഷം തോന്നും. നല്ല സന്തോഷം തോന്നോ? ഈ വീഡിയോ ഒന്ന് ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? അതാ ചിലതൊക്കെ. ഈ ഗ്ലൂക്കോസ് പൊടിന്റെ ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഗ്ലൂക്കോസ് പൊടി ഉണ്ടോ? അത് ഉണ്ട്. ഉണ്ടോ? പക്ഷെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഗ്ലൂക്കോസ് പൊടിന്റെ ആ വീഡിയോ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. റെഡി അല്ലേ? എനർജി ഇല്ല ആണോ? ഒച്ച പറ. റെഡിയാ? ഓക്കെ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് രസകരമായ ഒരു വീഡിയോ ആണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഒരു നാടൻ മുട്ടയും സ്നാപ്ചാറ്റും കണ്ടു. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു ഗ്ലൂക്കോസ് പൊടിയാണ്. ഇതാണ് നമ്മുടെ ഗ്ലൂക്കോസ് പൊടി. ഇതിൽ 80 മധുരമുണ്ട്. ഇതിൻ്റെ കൂടെ ഇത് തിന്നിട്ട് കളിക്കാൻ പോവാണെങ്കിൽ നമുക്ക് എനർജി കിട്ടും. കുറച്ച് എനർജി വരട്ടെ. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട് ഗൈസ്. തിന്നുമ്പോൾ നല്ലതാണ്. പിന്നെ ഇത് തിന്നിട്ട് നമുക്ക് കളിക്കാനൊക്കെ പോകാം. ചേച്ചിക്ക് വേണോ? എന്തിനാ? എനർജി. എനിക്ക് എനർജി ഉണ്ട്. കുഴപ്പമില്ല. താങ്ക് യു. ഞാൻ കഴിക്കണോ? കഴിച്ചോ. കഴിച്ച എനിക്ക് എനർജി കിട്ടോ? കിട്ടും. ഉറപ്പാ? ഉറപ്പാ.
പക്ഷേ മോന് എനർജി ഇല്ലല്ലോ ഇത് കഴിച്ചിട്ട്. എനർജി ഒക്കെ ഉണ്ട്. എവിടെ കാണിച്ച എനർജി കാണിക്ക്. എനർജിയാ? ആ അത് എങ്ങനെ കാട്ടണ്ടേ പറയണോ? നല്ല എനർജിയിൽ പറ കഴിക്കാൻ. അപ്പൊ ഞാൻ കഴിക്കാം. ഓക്കെ കഴിക്കട്ടെ. എങ്ങനെയുണ്ട്? ഹലോ ഗായ്സ്, എനിക്ക് എനർജി കിട്ടി ഗായ്സ്. ഓക്കെ ഓക്കെ. ഇതിൽ 80% മധുരം ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? അത് ഞാൻ ഉണ്ടാക്കിയതാ. വേറെ എന്തൊക്കെ ഉണ്ടാക്കി? ഇത് കഴിച്ചിട്ട് കളിക്കാൻ പോയ എനർജി കിട്ടുമെന്ന് ആരാ പറഞ്ഞേ? അതില് ചിത്രം കണ്ടിട്ട്. എന്ത് ചിത്രം? പണ്ടത്തെ ഒരു ചിത്രം ഉണ്ടായിരുന്നു. ആ ഫുട്ബോളിൽ ഒരാൾ ഇങ്ങനെ നിക്കണത്. എങ്ങനെ നിക്കണത്? ഇങ്ങനെ ബോൾ ഇങ്ങനെ തട്ട നിക്കണത്. അപ്പൊ അതൊന്ന് കണ്ടതാ. എനർജി കിട്ടും. ആണോ? എന്നിട്ട് എനർജി കിട്ടിയോ കഴിച്ചിട്ട്? കിട്ടിയല്ലേ? ശരിയാ, നമ്മള് സ്റ്റാർട്ടിങ്ങിലുള്ളതിനേക്കാൾ എനർജി ഉണ്ട്. അപ്പൊ ഗ്ലൂക്കോസ് പൊടി വർക്കാവും അല്ലേ? എനിക്ക് തോന്നണ ഗ്ലൂക്കോസ് പൊടിക്ക് ഇത്രയും വലിയൊരു പ്രമോഷൻ ഇനി കിട്ടാനില്ല. എത്ര പേരാ ആ സൗണ്ടില് വീഡിയോ ചെയ്തത്? കണ്ടായിരുന്നോ? കണ്ടു. ആരുടെയൊക്കെ കണ്ടു? പ്രവീൺ പ്രണവ്. പേളിമാണിയുടെ കണ്ടോ? അതൊരു ചേച്ചിയാണ്. ടിവിയിലൊക്കെ ഉണ്ട്, യൂട്യൂബൊക്കെ ഉണ്ട്. കൊറേ പേര് ചെയ്തു. ഞാനിനി വീട്ടിൽ പോയിട്ട് ചെയ്യാം. എനിക്കൊരു ഗ്ലൂക്കോസ് പൊടി ഉണ്ട്. പ്രവീൺ പ്രണവ് വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞില്ലേ? ആ വീഡിയോ കണ്ടപ്പോ സന്തോഷായോ? ആ വീഡിയോ ഒന്ന് കണ്ടാലോ? ഇങ്ങനെ എത്ര ഗ്ലൂക്കോസ് പൊടികളാ? ഈ വീഡിയോ കണ്ടിട്ട് ആ ചേട്ടൻ മെസ്സേജ് വല്ല അയച്ചോ? എന്താ അയക്കാഞ്ഞേ? അറിയില്ലേ? ഇനി നമ്മൾ ഗ്ലൂക്കോസ് പൊടിന്റെ ഒരു പാട്ടാണ് ഇപ്പൊ കേൾക്കാൻ പോകുന്നത്. ഗ്ലൂക്കോസ് പൊടി പാട്ട് പാടും, ഡാൻസ് കളിക്കും, അഭിനയിക്കും, പഠിക്കും. സാധാരണ കുട്ടികൾ പഠിക്കുമെന്ന് വെച്ചില്ല പറയും, പക്ഷെ പഠിക്കുമല്ലേ? പഠിക്കും. എത്രാം ക്ലാസ്സിലോ? 4-ലോ? നല്ലോണം പഠിക്കോ? പരീക്ഷക്കൊക്കെ മാർക്കുണ്ടോ? എത്ര മാർക്കുണ്ടോ? അത് ഫുള്ളൊക്കെ ഉണ്ട്. ആണോ? പിന്നെ ഉണ്ട്. അച്ഛനോട് ചോദിക്കാം. അപ്പൊ ഒരു പാട്ട് പാടോ? പാടാം. ഓക്കെ. 2 വരി? 4 വരി? 4 വരി. 8 വരി. മെല്ലെ മെല്ലെ മുഖപടം തെല്ലതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി മതിയിലോ ഒരുമയായി കുടഞ്ഞാതാരോ. ഈ പാട്ടൊക്കെ ഇതാ എങ്ങനെ പഠിച്ചു? ഇത് ആരോ പഠിപ്പിച്ചു തന്നേ? അച്ഛനും അമ്മയും. ആണോ? സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എല്ലില്ലുമിനാട്ടൊക്കെ പാടുന്നു. മെല്ലെ മെല്ലെ. വേറൊരു പാട്ട് പാടോ? എന്താ ടെൻഷൻ? എന്താ എന്നെ പേടിയായോ? ഇല്ല, വേറെ പാട്ടാ. അച്ഛൻ അവിടെ നിന്ന് ഒരു പാട്ട് പറയുന്നുണ്ട്. അങ്ങ് വാനക്കോണിലെ മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളിലെ ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തിലെ നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളിലെ ചോര കൺമുയൽ. സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഈ സ്കൂളിലൊക്കെ എന്താ ഫ്രണ്ട്സ് ഒക്കെ പറയണ ഇപ്പൊ ഇങ്ങനെ വൈറലായപ്പോ? അത് നിന്റെ വീഡിയോസ് സൂപ്പറാന്ന് കൊള്ളാന്നൊക്കെ പറയും. കണ്ടെന്നൊക്കെ പറഞ്ഞോ? ടീച്ചേഴ്സ് ഒക്കെ എന്ത് പറഞ്ഞു? ഇനിയും വീഡിയോസ് ഇടണം എന്ന് പറഞ്ഞു. ആണോ? ആര് വീഡിയോസ് ഒക്കെ എടുത്തു തന്നെ? അന്ന് സ്വയം എടുത്തതാ? ഒറ്റയ്ക്ക് എടുത്തോ മൊബൈലില്? അന്ന് വീഡിയോ ചെയ്യുമ്പോ വിചാരിച്ചോ ഇപ്പൊ ഇങ്ങനെ പിന്നെ വൈറലാവും, ഇത്രയും ആൾക്കാരൊക്കെ അത് ചെയ്യും എന്നൊക്കെ? ഇല്ല. അത് വിചാരിക്കണ്ട. അതൊക്കെ അത് ഇല്ല. ഇല്ലേ? ആരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ എടുക്കാൻ? അത് എല്ലാരും സപ്പോർട്ട് ചെയ്യും. എന്നാലും കൂടുതൽ അത് അമ്മ, അച്ഛൻ, അനിയൻ, അമ്മൂമ്മ, അപ്പാപ്പൻ. അത് അച്ഛനും അമ്മയും. ആണോ?
ചേച്ചി ഈ ഒരു ബൂസ്റ്റിന്റെ പാക്കറ്റ്സ് തരും. ഇത് വെച്ചിട്ട് മോനിപ്പോ ഒരു കോണ്ടന്റ് ചെയ്യണം. ചെയ്യോ? തരട്ടെ? ചെയ്യോ? ചെയ്യാം. തരട്ടെ? തരാം. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് രസകരമായൊരു വീഡിയോ ആണ്. നമ്മളെ കയ്യിലിരിക്കുന്നത് 3 ബൂസ്റ്റ് പാക്കറ്റ്സ് ആണ്. ഇതിലിവിടെ 5 രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന് 5 രൂപയാണ്. ഇതിന് മധുരം കുറേ ഉണ്ട്. ഞാൻ തിന്നിട്ട് പറയാം. പഠിക്കാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല. ഇതിന് 1000 മധുരങ്ങളുണ്ട്. പിന്നെ ഇത് നല്ല രസമാണ്. പിന്നെ ഇത് നമുക്ക് പരസ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ കുടിക്കുകയും ചെയ്യാം. ഇതെങ്ങനെ നമ്മൾ കുടിക്കുക? അത് നമ്മൾ പാലും ഇതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കുടിച്ചാൽ മതി. അങ്ങനെ കുടിച്ചാൽ നമ്മൾ പൊക്കം വെക്കോ? വെക്കും. ആണോ? ആര് പറഞ്ഞു? അത് പരസ്യത്തിലുണ്ട്. ഇതിന് ഗ്ലൂക്കോസ് പൊടിക്കാണോ മധുരം, ബൂസ്റ്റിനാണോ മധുരം കൂടുതൽ? അത് രണ്ടിനും ഉണ്ട്. എന്നാലും കഴിച്ചപ്പോ എന്താ ഫീൽ ചെയ്തേ? അത് ഇതിന് 1000 എന്നല്ലേ പറഞ്ഞത്? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. 80 എന്നല്ലേ പറഞ്ഞത്? അപ്പൊ 1000 ആണോ 80 ആണോ കൂടുതല്? അത് 80 അല്ലേ കൂടുതല്? അല്ല. ആണല്ലോ. 1000-ന് 3 പൂജ്യം. അപ്പൊ അത് തേർഡ്. പൂജ്യത്തിന് വിലയില്ല. 1000-ൽ 1 അല്ലേ? 80-ൽ 8 ഉണ്ട്. 1 ആണോ 8 ആണോ വലുത്? 8. അപ്പൊ 80 അല്ലേ വലുത്? വലുത്. ഞാൻ പറഞ്ഞു. ഞാനല്ലേ പറഞ്ഞേ? ഞാനും പറഞ്ഞു. ഓക്കെ ഡീൽ. അപ്പൊ 1000 ആണോ 80 ആണോ വലുത്? 80. അതാണ് എന്റെ പോയിന്റ്. ഞാൻ വേറെ ചോദ്യം ചോദിക്കട്ടെ. 1 കിലോ പഞ്ഞിക്കാണോ 1 കിലോ ഇരുമ്പിനാണോ വെയിറ്റ് കൂടുതൽ? 1 കിലോ ഇരുമ്പിന്. 1 കിലോ ഇരുമ്പിനോ? അതെന്താ? അതിന് ഇരുമ്പ് ഒരെണ്ണത്തിന് തന്നെ വെയിറ്റ് ഉണ്ടല്ലേ. അപ്പൊ പഞ്ഞിക്ക് വെയിറ്റ് ഇല്ല? 1 കിലോ പഞ്ഞിക്ക് വെയിറ്റ് ഇല്ല? ഇല്ല. അതെന്താ ഇല്ലാത്ത? അത് 1 കിലോ ഇരുമ്പാകുമ്പോ നല്ല വെയിറ്റ് ഉണ്ടാവും. എന്ത് പഞ്ഞിക്കാനോ ഇരുമ്പിനാണോ വെയിറ്റ് കൂടുതല്? ഇരുമ്പിനല്ലേ? ഞാൻ മോന്റെ കൂടെ ഇരുമ്പിനാ വെയിറ്റ് കൂടുതൽ. ഓക്കെ, എന്റെ കൂടെ നേരത്തെ 80-നെ സപ്പോർട്ട് ചെയ്തില്ലേ? അപ്പൊ ഞാൻ ഇരുമ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങോട്ടും ഡീൽ അടിക്ക്. ഞാനൊരു സാധനം തരാം. എന്തായിരിക്കും? അത് അറിയില്ല. ഗസ് ചെയ്. അത് അറിയില്ല. ഈ കയ്യിൽ എന്താ ഇപ്പൊ കണ്ടതല്ലേ? മുട്ട. ഓക്കെ. കോഴിമുട്ടയാണോ താറാമുട്ടയാണോ? കോഴിമുട്ട. ആര് പറഞ്ഞു? ഇത് താറാമുട്ടയാ. ആണോ? അല്ലേ? എങ്ങനെ മനസ്സിലായി കോഴിമുട്ടയാന്ന്? മോന്റെ വീട്ടിലെ മുട്ട? ഓക്കെ ശരിയാ. ഗ്ലൂക്കോസ് പൊടി പോലെ വെളുത്തിരിക്കുന്നുണ്ട് മുട്ട. ഇത് വെച്ചിട്ട് ഒരു സാധനം ചെയ്യോ? ഓക്കെ. അതിന് മുന്നേ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? അത് ചേച്ചിക്കറിയോ? ചേച്ചിക്കറിയാം. കോഴി. ആര് പറഞ്ഞു? അതെന്താ അങ്ങനെ പറഞ്ഞു? കോഴിണ്ടല്ലേ മുട്ട ഉണ്ടാവുക. മുട്ട വിരിഞ്ഞാലല്ലേ കോഴി ഉണ്ടാവുള്ളൂ. പറ, ഉത്തരം പറ. ഉത്തരം മുട്ടയില്ലേ? മുട്ട. കോഴിയല്ലേ മുട്ട ഇടുന്നേ? മുട്ട വിറ്റിട്ടല്ലേ കോഴി ഉണ്ടാവുക. പക്ഷെ കോഴി ഇട്ടാലല്ലേ മുട്ട വിൽക്കാൻ പറ്റുള്ളൂ. അത് മുട്ട കടയിൽ നിന്ന് വാങ്ങിയതായിരിക്കും. അപ്പൊ കോഴിനെ എങ്ങനെയാ ഉണ്ടാക്കുക? കടയിൽ നിന്ന് വാങ്ങിയ ജീവനുള്ള മുട്ട. അതിൻ്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞ് ജനിച്ചു വരും. കറക്റ്റ്. ചേച്ചി പറ. എന്തെങ്കിലും സുഖാണോ? കോഴിയാണോ കോഴിമുട്ടയാണോ അതുണ്ടായത്? കോഴിമുട്ട. കോഴിയുടെ മുട്ട കോഴിമുട്ടല്ലേ? കോഴിമുട്ട. ഓക്കെ, നമ്മൾ ക്ലിയർ ചെയ്ത്. ഓക്കെ, മുട്ട വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? മുട്ട വെച്ചിട്ട് ഓംലേറ്റ് ഉണ്ടാക്കും. അല്ലല്ല. ബുൾസൈ? അല്ലല്ല. മുട്ടക്കറി? അല്ലല്ല. പിന്നെ എന്ത് ചെയ്യും? അത് ഗ്ലൂക്കോസ് പൊടിയുടെ പോലെ ചെയ്തത് ചെയ്യും. ഓക്കെ. ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു
എല്ലാവർക്കും സ്വാഗതം. ഇതൊരു കോഴിമുട്ടയാണ്. ഇതിന് വെള്ള നിറമാണ്. ഇതിന് കറക്റ്റ് റൗണ്ട് ആണ്. ഇവിടെ ഇങ്ങനെയാണ് ഉള്ളത്. ഇത് കൂടെ നോക്കുമ്പോൾ ഇവിടെ കറക്റ്റ് വട്ടമാണ് ഗൈസ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ണിയും ഉണ്ട്. പിന്നെ അതുകൊണ്ട് നമുക്ക് ബുൾസൈ ഉണ്ടാക്കാം, ഓംപ്ലേറ്റ് ഉണ്ടാക്കാം, എല്ലാതും ഉണ്ടാക്കാം. പിന്നെ ഇത് നമ്മൾ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ ചെയ്യാനെടുക്കും. ഈ മുട്ടയിൽ നമുക്ക് കുറേ സ്ട്രെങ്ത് കിട്ടും. മുട്ടയ്ക്ക് ഇത്ര മധുരമുണ്ട്? മുട്ടയ്ക്ക് മധുരം ഇല്ല. ഇല്ലേ? ഉണ്ടല്ലോ. ഇല്ല. ആര് പറഞ്ഞു മുട്ടയ്ക്ക് മധുരമുണ്ട്? മധുരമുട്ടാന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല? കഴിച്ചിട്ടില്ലേ? അമ്മേനോട് ഉണ്ടാക്കി തരാൻ പറ. ഉണ്ട്. ഉണ്ടോ നിനക്കറിയില്ല. അപ്പൊ മുട്ടക്ക് മധുരമില്ലേ? ഇല്ല. മുട്ടക്ക് മധുരമില്ലേ? ഉണ്ട്. അപ്പൊ മുട്ടക്ക് മധുരമില്ലേ? ഉണ്ട്. അപ്പൊ എത്ര ശതമാനം മധുരമുണ്ട്? ഇഷ്ടം പോലെ. അയ്യോടാ, മധുരം എന്ന് പറയുമ്പോ ഇഷ്ടം പോലെ. ചുമ്മാ പറഞ്ഞ മുട്ടക്ക് മധുരമില്ല. ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ ചുമ്മാ പറ്റിക്കാൻ നോക്കിയതാ. ഓക്കെ, ഇൻട്രസ്റ്റഡ്. കം ഓൺ. ഉറുമ്പിനെ കട്ട് ചെയ്താൽ എന്തു വായിക്കും? എന്തു ആയിരിക്കും എന്നല്ലേ? ഉറുമ്പിനെ കത്തി കൊണ്ടാണോ കട്ട് ചെയ്യുന്നത്, കത്രിക കൊണ്ടാണോ, ബാക്കത്തി വെച്ചാണോ? കത്രിക വെച്ച് കട്ട് ചെയ്താ കട്ടുറുമ്പാണോ? കട്ടുറുമ്പ്. ഓക്കെ, അപ്പൊ എനിക്കൊരു പോയിന്റ്. എന്നെ വരച്ചേക്ക്. ആരും യാത്ര ചെയ്യാത്ത ബസ്. ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ പോണ ഏതെങ്കിലും ബസ്സാണോ? അല്ല. ചോദ്യ. റോട്ടിൽ കൂടി പോകുന്ന ബസ്സാണോ? ക്ലൂ തരോ? ഗ്ലൂക്കോസ് പൊടി ക്ലൂ തരണം പ്ലീസ്. എന്ത് സാധനാ? ഒരു ക്ലൂ താ. ഞാൻ തരില്ല. പാവല്ലേ, ആലോചിച്ചിട്ട് ക്ലൂ അല്ലേ ചോദിച്ചത്? ആധാരം ഒന്നും ചോദിച്ചില്ലല്ലോ. കട്ടുറുമ്പില്ലേ, അത് കണ്ടുപിടിച്ചില്ലേ? അതുപോലെ കണ്ടുപിടിച്ചു. ആരും കേറാത്ത ബസ്. മോൻ കേറിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ എനിക്ക് എങ്ങനെ അറിയാം ആരും കേറാത്ത ബസ്? തോക്കൂല. പഠിക്കണ എന്തെങ്കിലും ബസ്സാണോ? എനിക്ക് എന്താന്ന് അറിയില്ല. ഞാൻ കണ്ടപ്പോ ഒന്ന് ചോദിച്ചു. സാ വെച്ചാണോ തുടങ്ങുന്നത്? സിലബസ്. അന്ന് വേറെ ചോദിക്കാം. ഗാന്ധിജിനെ അറിയോ? ഗാന്ധിജി കാണാത്ത ഗേറ്റ്. ഞാൻ പറയുന്നത് സ്പീഡിൽ പറയോ? അത് പറ്റോ? ഒരു വട്ടമല്ല, 3 വട്ടം പറയണം. 2 3 എന്നാ 4 3. ഓക്കെ. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്. പറ. 3 വട്ടം. 1. അങ്ങനെയുള്ള സ്പീഡിൽ പറ. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്. പറ്റും. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്. 3 വട്ടായി. രണ്ടായിട്ടുള്ളൂ. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്. ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. സ്പീഡിൽ പറ. സ്പീഡില്ല, പതുക്കെ പറയാം. ആന അലറലോട് അലറൽ. 3 വട്ടാണോ? 1 2 കൂടെ. ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. സൂപ്പർ. ഇനി എന്നോട് ചോദിക്കാം. കൊള്ളാലോ കളി. കുണ്ടിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന മുണ്ടിത്തള്ളയുടെ കിണ്ടി കുണ്ടിലേക്ക് പോയി. 4 വട്ടം. എനിക്ക് അർജന്റായിട്ടൊന്ന് വീട്ടിൽ പോകണം. ഒന്നുകൂടി പറഞ്ഞേ, കേക്ക് മനസ്സിലായില്ല. കുണ്ടിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന മുണ്ടിത്തള്ളയുടെ കിണ്ടി കുണ്ടിലേക്ക് പോയി. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ. കിണ്ടിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന മുണ്ടിത്തള്ളയുടെ കിണ്ടി കുണ്ടിലേക്ക് പോയി.
അല്ല കുണ്ടിലേക്ക്. ആ കുണ്ടിലേക്ക്. ആ നിങ്ങൾ ആദ്യം പറ. ഒന്നുകൂടി പറഞ്ഞേ. കുണ്ടിലേക്ക് മാറിപ്പോയാലേ. കുണ്ടിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന മുണ്ടി തള്ളയുടെ കിണ്ടി കുണ്ടിലേക്ക് പോയി. 4 കേട്ടല്ലേ. കുണ്ടിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന മുണ്ടി തള്ളയുടെ കിണ്ടി കുണ്ടിലേക്ക് പോയി. 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 അല്ല കള്ളോ? അല്ല കൊള്ളാം. താങ്ക് യു. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. പറ. 4 വട്ടം പറ. 4 അല്ല 3 വട്ടം. ആ ഓക്കെ 3 വട്ടം. ഒന്നും കൂടെ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. ആ 1. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ ഞാൻ ഒന്ന് നടന്നിട്ട് രാമമൂർത്തി. 2. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. ഓക്കെ, ഇത് സ്പീഡിൽ പറയണം. കുഴപ്പമില്ല. കുഴപ്പമുണ്ട്, അങ്ങനെയാണ് കളി. അത് കുഴപ്പമില്ല. എൻ്റെ വേറൊരു സാധനം കൂടെ ഉണ്ട്. പുളി വടി എറിഞ്ഞു, വടി പുളി എറിഞ്ഞു. സ്പീഡിൽ പറ. അതറിയില്ല. പറ. പറ്റും. എന്നെ കൊണ്ട് പറ്റില്ല. ഒന്നും പറ്റാത്തെ. ഒന്നുകൂടി പറയോ? പുളി വടി എറിഞ്ഞു, വടി പുളി എറിഞ്ഞു. ഒന്നുകൂടെ ഒന്ന് പറയോ? പുളി വടി എറിഞ്ഞു, വടി പുളി എറിഞ്ഞു. ചേച്ചി 3 വട്ടം പറഞ്ഞില്ലേ? അപ്പൊ ചേച്ചി പറഞ്ഞാ പോരെ? സൂപ്പർ. വേറൊരു സാധനം മറ്റേ കിറ്റ്കാറ്റ്. ആ ഇത് വെച്ചൊരു സാധനം ചെയ്യോ? ആ പറ്റും. പറ്റും. ഓക്കെ. അയ്യോ ചേട്ടേ. നല്ല ഒച്ചയില്. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് രസകരമായ ഒരു വീഡിയോ ആണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് രണ്ട് കിറ്റ്കാറ്റ് ആണ്. ഇതില് നല്ല വലിപ്പമുണ്ട്. ചെറുതിനെക്കാട്ടും നല്ല വലിപ്പമുണ്ട് ഇതിന്. ഇതില് നമുക്ക് ഇത് റെഡ് പാക്കറ്റാണ് കിട്ടുന്നത്. ഇതിനും നല്ല മധുരമാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ക്രഞ്ചി കടിക്കാനുള്ള സാധനങ്ങളുണ്ട്. പിന്നെ അത് കഴിച്ച എന്ത് കിട്ടും? കഴിച്ചാൽ നമുക്ക് പല്ല് പുഴു കുത്തൂലേ? ഇല്ലില്ല, മധുരം തോന്നും. ആണോ? കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഏതാ? 5 സ്റ്റാർ. 5 സ്റ്റാർ ആണ് ഇഷ്ടം. പല്ലൊക്കെ പുഴു കുത്തൂല്ലേ ഇങ്ങനെ കുറെ ചോക്ലേറ്റ് കഴിക്കുമ്പോ? കുഴപ്പമൊന്നുമില്ല. പുഴു കുത്തിട്ടുണ്ടോ? അത് ഉണ്ട്. ആണോ? എവിടെ? ഓ, അതെന്താ തിളങ്ങുന്ന പല്ലൊക്കെ? അത് ഞാൻ പല്ല് പുഴുപ്പല്ലായിട്ട് വെച്ചതാ. എന്തോ വെച്ചേക്കുന്നേ? അത് സ്റ്റീലിന്റെ പല്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ്. വാവ്, തിളങ്ങുന്ന. ഇതാണോ തിളക്കമുള്ള ചിരി എന്നൊക്കെ പറയുന്നത്? യെസ്. സ്വർണത്തിന്റെ എന്താ വെക്കാഞ്ഞ്? അതറിയില്ല. ചോദിച്ചില്ലേ? അതോടെ സാധാ പല്ലിന്റെ പോലത്തെ വീരുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ഫിനിഷ്ഡ്. അപ്പൊ ഇത് തന്നോ? എങ്ങനെ പല്ല് പറിച്ച്? പല്ല് പറിച്ചിട്ടൊന്നുമില്ല, അതിന്റെ മേലെ വെച്ചു. ചുമ്മാ വെച്ചല്ലേ? പല്ല് വേദന വന്നിട്ടുണ്ടോ? അത് വെച്ചട്ടാ. അതിന് മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നു? അത് സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? പല്ല് ഇഷ്ടപ്പെട്ടിട്ടില്ല. ചേച്ചി, നമുക്കൊരു മത്സരം വെക്കാം. ഈ കിറ്റ്കാറ്റില് ഒരെണ്ണം ഞാൻ ചേച്ചിക്ക് തരും. ആരെ ഫസ്റ്റ് തിന്ന് തീർക്കാൻ നോക്കാം. അല്ല, രണ്ടും ചെയ്യും. ഓക്കെ, സ്റ്റാർട്ടാണോ? പറ്റണില്ല. ഫസ്റ്റ് തിന്നണോ അല്ലേ? തിന്നാ എനിക്ക് എന്ത് തരും? എന്തെങ്കിലും തരാം. അങ്ങനെയാണോ? കേട്ടോ, തന്നില്ലെങ്കിലാ കഴിഞ്ഞു.
വേഗം കഴിക്ക്. ഒരു മിനിറ്റ് ഞാൻ ജയിക്കട്ടെ വേണ്ട വേണ്ട പ്ലീസ്. ഞാനാ മത്സരം. തോറ്റ വന്ന എനിക്ക് എന്ത് തരും? തോറ്റ ഞാൻ എന്തെങ്കിലും തരാം. ഇതിപ്പോ ലാഭമല്ലോ, ജയിച്ചാൽ എന്തെങ്കിലും കിട്ടും. അപ്പൊ ഞാൻ ജയിക്കും. ഞാൻ പിന്നെ ഗ്ലൂക്കോസ് പൊടി പാവല്ലേന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നയാ. കഴിക്കട്ടെ? വേണ്ട, കഴിക്കൂ. ഇപ്പൊ കഴിക്കൂ. 10 വരെ ഉണ്ടെങ്കിൽ എന്റെ കഴിയും. 1 2 3 4 5 6 8 9 110 വരെ. 1 110 കഴിക്കട്ടെ? വേണ്ട പ്ലീസ്. ചെറുതായിട്ടൊന്ന് കടിക്കും. ചെറുതായിട്ട് അടിക്കട്ടെ? വേണ്ട. ഞാൻ ജയിച്ചു. ഞാൻ തോറ്റൊന്നുമില്ല, എനിക്ക് എന്തെങ്കിലും താ. ഞാൻ ആദ്യം തന്നൂലോ. എന്ത്? ഗ്ലൂക്കോസ് പൊടി തിന്നാൻ. അതുപോലെ അത് തന്നില്ലേ? ഇത് വേറെ ഗെയിം അല്ലേ? മിഠായിനും അതിനുമെല്ലാം രസമുണ്ട്. അപ്പൊ രണ്ടും ഒന്നല്ലേ? അല്ലല്ലോ. അത് കഴിച്ച എനർജി കിട്ടും, ഇത് കഴിച്ച ഒന്നും കിട്ടൂല. കിട്ടും. എന്ത് കിട്ടും? പല്ലുവേദന കിട്ടും. പുറത്തൊക്കെ പോകുമ്പോ ഫാൻസ് ഒക്കെ വരാറുണ്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ? എന്ത് പറഞ്ഞാ അവര് വരിക? ഗ്ലൂക്കോസ് പൊടി വാന്നൊക്കെ ഫോട്ടോ എടുക്കാൻ പറയും. എന്നിട്ട് നിക്കോ ഫോട്ടോ എടുക്കാൻ? ജാട കാണിക്കോ? എന്താ കുറച്ച് ജാട കാണിക്കും. ഞാൻ പാവാ. പാവാണോ? എന്നിട്ട് എന്നെ തോപ്പിച്ചില്ലേ? അപ്പൊ അത്ര പാവല്ല. കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് നല്ല ഫോട്ടോയില് കാണുമ്പോ ഞാൻ കുഴപ്പമില്ലാണ്ട് നിക്കാം. പക്ഷെ ചലഞ്ചില് ഞാൻ തന്നെ ജയിക്കത്തുള്ളൂ. അമ്പടാ, ഞാൻ ജയിച്ചെന്നോണ്ടാ. ഈ സ്കൂളില് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഇല്ല. സത്യം പറ. കുറച്ച് ഇല്ല. എന്തൊരു നാണൊക്കെ. ഇല്ല. ഗേൾ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറ? അതേ ഉള്ളൂന്ന് പറയണ അമ്മ. അല്ല. സത്യം പറ. അല്ലല്ല. ഒരു ഗേൾ ഫ്രണ്ടിന്റെ പേര് പറ. അതറിയില്ല. ഇഷ്ടമുള്ള ഒരു ഗേളിന്റെ പേര് പറ. അത് അറിയില്ല. അഞ്ചു, മഞ്ജു, കുഞ്ചു? അതൊന്നുമില്ല. ആതിര, അമ്മു? എന്നാ പറ, പേര് പറ. വേണ്ട പ്ലീസ്. ഇല്ല. ഉണ്ടെന്ന് ഞങ്ങളുണ്ടെന്നാണല്ലോ അറിഞ്ഞ്. ഞങ്ങളിങ്ങനെ സ്കൂളിലെ ടീച്ചർ വിളിച്ചപ്പോൾ പറഞ്ഞു ഗ്ലൂക്കോസ് പൊടിക്ക് ഇവിടെ കുറെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്പർ അതൊക്കെ കിട്ടി. ഞങ്ങൾ സ്കൂളിൽ വരാന്ന് വിചാരിച്ചു. അപ്പോഴാ പറഞ്ഞ ഇന്ന് സ്കൂളില്ലാന്ന്. അതുകൊണ്ട് വീട്ടിൽ വന്നതാ. പറ, പേര് പറ. അറിയില്ല. ഇല്ല. ഉണ്ട്. ഇല്ല. ഇല്ല. സമ്മതിക്കുള്ള. ഒരു പാട്ടും കൂടെ പാടോ? ഡാൻസ്. കസാരയുടെ പോലില്ല. വീടൂലേ? അയ്യോ, കവർ ഇവിടെ. നമ്മുടെ ഗ്ലൂക്കോസ് പൊടി ഇപ്പൊ ഒരു ഡാൻസ് കളിക്കാൻ പോവാണ് അല്ലേ? അല്ല, നമ്മള് താഴ്ത്തിറങ്ങി കളിച്ചു. നല്ലോണം കളിക്കണം. പാട്ട് പാടണം. വേണ്ടല്ലോ. പാട്ട് പാടണോ? പാടോ. ഈ പാട്ട് വേണ്ട. അത് ഞാൻ പാടിയിട്ട് കളിച്ചുണ്ട്. ഓക്കെ. നമ്മുടെ ഗ്ലൂക്കോസ് പൊടിന്റെ കൂടെ ഡാൻസ് കളിക്കാൻ വേണ്ടി ഗ്ലൂക്കോസ് പൊടിന്റെ അനിയൻ വന്നിട്ടുണ്ട് അല്ലേ? അനിയന്റെ പേരെന്താ? സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ്. എവിടെ സിദ്ധാർത്ഥ്? വാ. സിദ്ധു എന്നാണോ വിളിക്കുക? അല്ലല്ല, തക്കടു. തക്കടു. നല്ല ചിരിയാണല്ലോ. ഇലുമിനാട്ടി വെച്ചിട്ടെ. അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് പൊടിയുടെ വിശേഷങ്ങളൊക്കെ കേട്ടു, പാട്ട് പാടി, ഡാൻസ് കളിച്ചു, ഗെയിം കളിച്ചു. നമുക്കിനി ഇവരുടെ ഫാമിലിനെ കൂടെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? വിളിക്കാം. വിളിക്കാം. വരാൻ പറ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അനിയൻ, തക്കുടു. തക്കുടു ആരാപ്പോ? തക്കുടു വല്യച്ഛൻ്റെ വല്യമ്മയുടെ മോൻ. വല്യച്ഛൻ്റെ വല്യമ്മയുടെ മോനാ? ഓക്കെ. അപ്പൊ അച്ഛനമ്മേനൊക്കെ വിളിക്കാം. വിളിക്കും. അച്ചാച്ചനും അച്ഛമ്മ. ഇപ്പൊ ആരൊക്കെ വരുന്നേ ഇവിടെ ഇരിക്കാൻ? അന്ന് വിളിക്ക്, വരാൻ പറ എല്ലാരോടും. ഒച്ച വിളിക്ക്.
അച്ഛനും അമ്മയും കമൺ അപ്പൊ അനിയൻ വേണ്ടേ? അനിയനും. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസ് പൊടി ഇപ്പോൾ വൈറലായി ഇരിക്കുകയാണ്. എല്ലാ ആൾക്കാരും ഇവൻ്റെ സൗണ്ടിന് വീഡിയോസൊക്കെ ചെയ്യുന്നത്. എന്താ തോന്നുന്നത്? വളരെ സന്തോഷമുണ്ട് മോനിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ. പിന്നെ അവൻ ആദ്യമേ തൊട്ട് എങ്ങനെയാണ് ഫോൺ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ തോന്നുന്നു ഒന്നും കൂടി വൈറലായെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കുറേ പേര് വിളിക്കലും നന്നായിട്ടുണ്ടെന്ന് പറയലൊക്കെയാണ്. പിന്നെ എങ്ങനെയൊക്കെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് സെൽഫി ഒക്കെ എടുക്കാറുണ്ട്. അപ്പം അവന് ഇപ്പോഴറിയില്ല, അവന് പോയിക്ക് എന്തിനമ്മ സെൽഫി എടുക്കണേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ അത് കാണുമ്പോൾ വളരെ സന്തോഷം. എന്താ അച്ഛന് പറയാനുള്ളത്? ഭയങ്കര സന്തോഷമാണ്. പിന്നെ അവൻ ചെറുപ്പം മുതൽ അങ്ങനെ തന്നെയാണ്. ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഒരു വയസ്സാവണാട്ടി മുന്നേ തന്നെ ഇവിടുത്തെ ഒരു പിള്ളേർ, ഒരു ചേട്ടന്മാർ ഒരു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു പ്രമോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ഒരു വയസ്സാവണാട്ടി മുന്നേ അവൻ അഭിനയിച്ചിട്ടുണ്ട്, ചെറിയ പന്ത് കെട്ടി കളിക്കുന്നത്. പിന്നെ 2-3 ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിലെല്ലാ പരിപാടികൾക്കൊക്കെ പങ്കെടുക്കും, കുഴപ്പമൊന്നുമില്ല. നിങ്ങളോടൊക്കെ ചോദിക്കോ ഇപ്പൊ മോന്റെ വീഡിയോ ഇങ്ങനെ വൈറലായപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ? അത് ചോദിക്കും. അത് ചിലവർക്ക് ഇതിപ്പോ നമ്മുടെ നാട്ടുകാർക്ക് ചിലവർക്ക് എവിടെയൊക്കെയുള്ള കുട്ടികളാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പൊ കുറച്ചായിട്ടാണ് അത് നമ്മുടെ ഇയാളുടെ ആൾക്കാരാണ് എന്നുള്ളത് മനസ്സിലാവണം തന്നെ. ഇപ്പൊ കുറച്ചായിട്ട് ഇതിപ്പോ എന്ന് വെച്ചാൽ ആ സമയത്ത് വീഡിയോ ഇട്ട സമയത്ത് ആകെ ഒരു ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും അത് ഓരോരുത്തർ റീൽസിലൊക്കെ ഇട്ട് വരുമ്പോഴാണ് വീണ്ടും അത് വന്നത്. പിന്നെ സിനിമകൾ കാണാനല്ല ഇഷ്ടമാണ്. സിനിമകളാണ് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണാറുണ്ട്. മിക്കവാറും പടങ്ങളിലൊക്കെ പോകാറുണ്ട്. പിന്നെ ബേസിലിൻ്റെ ഒക്കെ ഭയങ്കര ഫാനാണ്. ബേസിലിൻ്റെ ഭയങ്കര ഫാനാണ്. എന്താ ബേസിലിനെ ഇഷ്ടപ്പെടാനുള്ള റീസൺ? കോമഡി ചെയ്യുന്നവരാണോ ഇഷ്ടം കൂടുതലും? ബേസിലിന് ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? പറവയോ? ഇപ്പൊ കണ്ടില്ല നമ്മള് ഇന്നാള് ഓ, സാധാരണ പിള്ളേര് മറ്റേ മിന്നൽ മുരളി ശരിക്കും കണ്ടിട്ടില്ലേ? ഇവന് മറ്റേ എന്താ പറയാ തിയേറ്ററിൽ പോയി കണ്ടതാണ്. അല്ല, ഞാൻ ബേസിലാണല്ലോ. അല്ല, അതൊക്കെ അറിയാട്ടോ. അവര് ബേസിലാണ് ഡയറക്ടർ എന്നൊക്കെ അവനറിയാം. ആ കാര്യങ്ങളൊക്കെ അവനറിയാം. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയില്ലൊക്കെ ഗ്ലൂക്കോസ് പൊടീനെ. അപ്പൊ ബേസിൽ ജോസഫിന്റെ കൂടെ പെട്ടെന്ന് അഭിനയിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. ടാറ്റാ. എന്താടാ?